കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മു പ്രഗ്നന്റ് ആണെങ്കിലോ? ഇനി ആരൊക്കെയാ വരാൻ പോകുന്നെന്ന് അറിയില്ല. ഭദ്ര വീട്ടുകാർക്കെതിരെ അമ്മു ലീഗലി നീങ്ങണം. ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന നല്ലൊരു വക്കീലിനെ അച്ഛൻ എനിക്ക് പരിചയപ്പെടുത്തി തരണം. നമ്മളാ ഇപ്പൊ കുറ്റക്കാരായിരിക്കുന്നത്. എനിക്ക് അമ്മുവിന്റെ ആ ഭർത്താവിനെ ഒന്ന് കാണണം. സ്വാതി, നീ എന്നോട് പിണങ്ങല്ലേ? തെരുവിൽ കാണുന്ന അനാഥരെയൊക്കെ നീ കൂട്ടിക്കൊണ്ട് വരുവടി. താനത് വിട്ടില്ലേ? ഡോ, ഒന്ന് ക്ഷമിക്കടോ. നമ്മുടെ മോൾക്ക് നല്ലൊരു മനസ്സുണ്ടായില്ലേ? ഇല്ലേ? ഇതൊരു നിസ്സാര കാര്യമായിട്ടാണ് പ്രഭ കാണുന്നത്. പട്ടിക്കുഞ്ഞിനെയോ പൂച്ചക്കുഞ്ഞിനെയോ അല്ലേ കൗതുകം തോന്നി അവൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രായം തികഞ്ഞൊരു പെണ്ണിനെയോ, അത് നല്ലൊരു സുന്ദരി പെണ്ണ്. നാളെ അവരുടെ ഭർത്താവും ആൾക്കാരും ഈ വീട്ടുമുറ്റത്ത് വരില്ലെന്ന് പ്രഭ കരുതുന്നുണ്ടോ? മുറിവ് ഉണങ്ങുന്നത് വരെ അവൾ ഈ വീട്ടിൽ ഉണ്ടാവൂന്ന് ശ്രീകുട്ടി പറഞ്ഞതല്ലേ? അത് കഴിഞ്ഞ് അവൾ എവിടെ പോവാനാ? ഈ പെണ്ണിന്റെ ഊരും പേരും അറിയില്ല. ആരാ അവളുടെ തലക്കടിച്ചെന്നും അറിയില്ലേ. അതിന്റെ പേരിൽ പോലീസ് കേസ് ഉണ്ടോന്ന് പോലും അറിയില്ല. പ്രഭ കണ്ടോ, ഇത് നമുക്ക് വലിയ തലവേദനയാവും. എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുത്ത് നമുക്ക് അവളെ ഇവിടുന്ന് ഒഴിവാക്കി വിടാം. ദേ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അവളെ ചേർത്ത് പിടിച്ച് മോള് പോയത് കണ്ടതല്ലേ? ഇതുവരെ തനിക്കത് മനസ്സിലായില്ലേ? അവൾക്ക് ആ കുട്ടിയോട് ഇങ്ങനെ ഒരു അടുപ്പം തോന്നാൻ കാരണം അമ്മുവിന്റെ ഓർമ്മകളാ. പിന്നെ കാഴ്ചയിലും ഒരു സാധു കുട്ടി. ശ്രീകുട്ടിക്ക് അവളോട് ഇഷ്ടം തോന്നാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു കുട്ടികളുടെ കളിയും ചിരിയും കൊണ്ട് ഈ വീട് നിറഞ്ഞേനെ. നമ്മുടെ കുട്ടി ഒറ്റപ്പെട്ടു പോയില്ലേ? താനൊന്ന് റിലാക്സ് ആവും. നമ്മുടെ മോളുടെ സന്തോഷം നമ്മളായി ഇല്ലാതാക്കണ്ട. പിന്നെ അച്ചുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാടോ. ഇതെന്താ പറ്റിയേ മോനെ കുഞ്ഞുട്ടാ? ഒന്നുമില്ല മുത്തശ്ശി, അതൊന്ന് വീണതാ. ഇങ്ങോട്ട് വന്നിരിക്കേ. നീ അവരെ കണ്ടോ മോനെ? ഇല്ല മുത്തശ്ശി. രചന കണ്ടോ? ഇല്ല മോനെ. ഇതെന്താ തലയില്? അതൊന്ന് വീണതാ. ആഹാ, എടാ അർജുനെ, ഒന്നിങ്ങോട്ട് വാടാ. പെങ്ങളെ അന്വേഷിച്ചു പോയവൻ ദേ തലയിലൊരു കെട്ടുമായിട്ട് വന്നിരിക്കുന്നു. ആരൊക്കെ ചേർന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്തല്ലോടാ. കണക്കിന് കിട്ടിയല്ലേ? നീ അവളെ കൊണ്ടുപോയവനെ കണ്ടല്ലേടാ? അവന്റെ ആളുകളല്ലേടാ നിന്നെ ഈ പരുവത്തിലാക്കിയത്? ഞാൻ ആരെയും കണ്ടിട്ടില്ല. കള്ളല്ലേ മോനെ നീ പറഞ്ഞത്? അവനെ എവിടെ വെച്ചാടാ നീ കണ്ടത്? അവൻ എവിടെയാന്ന് എനിക്ക് അറിയണം. നരേന്ദ്ര, അവനെ വിട്. മിണ്ടരുത് തള്ളേ. നിങ്ങൾ ഇവന് തമ്മിൽ ഒത്തുകളി എനിക്കറിയാം. ഇവൻ വെറുതെ പോയതല്ല, അവൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാ. ഞാൻ ആരും കണ്ടിട്ടില്ല. ബൈക്ക് തട്ടി തന്നെ. ദേ ഹോസ്പിറ്റൽ ബില്ല്. നീ പറഞ്ഞത് സത്യമാണോ മോനെ?
അളിയൻ കാറിൽ പോകുന്നത് ഞാൻ കണ്ടു മുത്തശ്ശി. പിന്നാലെ ഓടിയപ്പോ ഒരു ബൈക്ക് വന്നിടിച്ചു. അയ്യോ എന്റെ ദൈവമേ. അളിയൻ എന്നെ കാണാതെ പോയി. ആ പരിസരത്ത് എവിടെയോ ആണ് അളിയന്റെ വീട്. ഞാൻ ഇനിയും പോവും. അളിയനെ കണ്ടുപിടിച്ചിട്ടേ തിരിച്ചു വരൂ. മുത്തശ്ശി സമാധാനായിരിക്കെ. റീതയ്ക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഞാൻ ഏറ്റു സർ. റിങ്ങിന്നുണ്ട്. ഹലോ, നരേന്ദ്രൻ തമ്മിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? നരേന്ദ്രൻ തമ്പിയാ സംസാരിക്കുന്നത്. ഞാൻ ലച്ചുന്റെ കൂട്ടുകാരിയാ. ലച്ചു വീട്ടിൽ വന്നോന്നറിയാനാ വിളിച്ചേ. അവള് വീട്ടിലുണ്ടോ? ഏത് ലച്ചു? നിങ്ങളുടെ വീട്ടിലെ ലച്ചുന്റെ കാര്യാ ചോദിച്ചേ. എന്റെ വീട്ടിൽ ലച്ചു ഇല്ല. നീ ആരാ ലച്ചുനെ പറ്റി ചോദിക്കാൻ? എന്താ നിന്റെ പേര്? നീ എവിടുന്നാ വിളിക്കുന്നേ? നിങ്ങളെന്തിനാ ചൂടാവുന്നേ? ലച്ചു വീട്ടിലുണ്ടോന്നല്ലേ ഞാൻ ചോദിച്ചോളൂ. പറയടി, നിന്റെ കയ്യിൽ നിന്ന് അവളെ ചാടിപ്പോയോ? നീയൊക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടല്ലേ അവളെ തട്ടിക്കൊണ്ട് പോയത്? ഹലോ ഹലോ, ലച്ചു 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 ലച്ചു. സർ, എന്താ പറഞ്ഞ? അവൾ അവിടെ ഇല്ല. അയാൾ ചാടിക്കടിക്കുക. ആരാ സാർ ലച്ചു? അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്ററാ. ഒരു സ്ത്രീധന പ്രശ്ന. റീത്ത ഓഫീസിൽ കയറിക്കാം. ഓക്കെ സർ. അപ്പോ ലച്ചു വീട്ടിലെത്തിയിട്ടില്ല. കാവേരി, നിന്റെ ഭർത്താവ് യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ വരില്ലെന്നാ ചേട്ടത്തി കരുതിയത് അല്ലേ? കയ്യിലേ കാശ് തീരുമ്പോ വരുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. എവിടെയായിരുന്നു നിങ്ങള്? എന്തിനാ വന്നത്? ഞാൻ മരിച്ചോന്നറിയാനാണോ? അതിനിവിടെ കേറി വരേണ്ട ആവശ്യമുണ്ടോടി? പുറത്ത് നാട്ടുകാർ പറഞ്ഞ അറിയില്ലേ? സഞ്ജുവിനെ ഓർത്തിട്ടാ ഞാൻ വന്നത്. അവനെ സ്നേഹമുള്ളവന്. മറ്റുള്ളവരെല്ലാം കൈയടക്കാൻ നോക്കുമ്പോഴേ അവൻ മണ്ടനായി പോവാൻ പാടില്ലല്ലോ. അനാവശ്യം പറയരുത്. ടെൻഡറിന് കമ്മീഷൻ കിട്ടാത്തതിന്റെ ചൊരുക്കൊന്നും എന്നോട് വേണ്ട. ഞാനേ കമ്മീഷൻ വാങ്ങാൻ മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ചേട്ടത്തെ കമ്പനി മുഴുവൻ വിഴുങ്ങാൻ നോക്കിയല്ലേ. പാവം സഞ്ജു ഒന്നും അറിയാതെ അപ്പച്ചിയെ വിശ്വസിച്ചിരിക്കുക. നിരീഷേട്ടാ, എടി വിളിച്ചോണ്ട് പോടി, നാടിനും വീടിനും കൊള്ളാത്തവനെ. നിരീഷേട്ടാ വരുന്നുണ്ടോ? വിടറി. ഒന്നിച്ച് നിൽക്കാമെങ്കിൽ ഞാൻ ഒന്നിനും പോകില്ല. ചേട്ടത്തിയെ പോലെ ഇവൾക്കും വേണം കിട്ടുന്നതിലൊരു വിഹിതം. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? ഒന്ന് നിർത്ത്. സഞ്ജു ആന്ന് തോന്നുന്നു. ആ സഞ്ജു വന്നോ? അങ്കിള് പിണങ്ങിപ്പോയെന്നല്ലേ കാവേരി അപ്പച്ചി സങ്കടപ്പെട്ടത്? ദേ ആള് വന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ ദിനേശേട്ടൻ മറ്റെന്തോ കാര്യത്തിന് പോയതാണെന്ന്. അതവളെ മനസ്സിലാക്കണ്ടേ കവിത ചേച്ചി? ആ ദേ ഇടയ്ക്കിടെയുള്ള അങ്കിളിന്റെ ഈ മുങ്ങൽ ഇനി വേണ്ട കേട്ടോ. എവിടെയാ വയസ്സത്തടാ? പോയി വിളിക്കാൻ. നരേന്ദ്ര, എന്താണ് കാര്യം? എന്താ കിടന്ന് തുള്ളാതെ കാര്യം പറ. നിന്നോട് വിളിക്കാതെ പറഞ്ഞേ. പോയി വിളിക്കാതെ. കളവി, കളവി. അളിയ, ഒരു പൂവ്. അളിയ, എന്താണ് പ്രശ്നം? കളവി. അളിയ, അവളുടെ വലിയ വിവരവും കിട്ടിയോ? നിങ്ങളെ കൊച്ചുമോള് വീട്ടിലെത്തിയോന്നറിയാൻ സിറ്റിന്ന് വരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. സിറ്റിന്നാണെന്ന് പറഞ്ഞോ? പിന്നെ ഈ നേരടാ അച്ഛനടുത്ത വിശേഷം അറിയാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിക്കണ്ടേ?
വിളിച്ചതാരാന്ന് പറഞ്ഞില്ലേ? അവൾ ആരാന്ന് അപ്പച്ചിക്ക് ഊഹിച്ചൂടെ? സിറ്റിയിലേതോ പെൺവാണി ബക്കാരി. അവൻ പെണ്ണിനെ കൈമറിച്ചതേ അവൾക്കാ. അവളുടെ കയ്യിൽ നിന്ന് അവൾ ചാടിപ്പോവുകയും ചെയ്തു. നിങ്ങളെ കൊച്ചുമോള് കുഞ്ഞൂട്ടിനെ വിളിച്ചെങ്കിലേ ആ വിവരമൊന്നു പറ. സിറ്റിയിലെ തെരുവ് കിടന്ന് ആ പെണ്ണ് നശിച്ചു പോകാതിരിക്കാൻ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. എന്റെ ദേവി, കേട്ടോ? ആ നശിച്ചവളെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? എന്റെ മാനം കാക്കാൻ അവളുടെ മാനം പോയെങ്കിലേ അത് ഞാനങ്ങ് സഹിച്ചു. നരേന്ദ്രൻ തമ്മിയുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാത്ത ഞാനൂലുകള് മുഖാമുഖം വന്ന് പരിഹസിക്ക. അവരുടെയൊക്കെ മുന്നില് നരേന്ദ്രൻ തമ്പിക്ക് തല ഉയർത്തി നിൽക്കണം. അല്ല, അവളെ ഞാനങ്ങ് മറന്നു കളഞ്ഞു എന്ന് കരുതിയോ? ഇതാ താലി ഒന്നുകൂടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എവിടെ വെച്ച് അവൾ എന്റെ കൺമുമ്പിൽ എത്തുന്നോ അവിടെ വെച്ച് ഞാൻ ഈ താലി ചേർത്ത് അവളെ കഴുത്തിൽ ചാർത്തും. അപ്പോ അവളുടെ കാര്യത്തിലുള്ളൊരു തീരുമാനമായി. മോനെ, ദിനേശൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം കവിതയാണല്ലേ? അങ്കിളിനെ പറ്റി അപ്പച്ചി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ആരും തമ്മിൽ പിണങ്ങി അകലാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്കിളിനെ എനിക്ക് നന്നായിട്ട് അറിയാം. കവിതയിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അതെന്ത് ചോദ്യമേ? കവിത അപ്പച്ചിയിൽ എന്നെ സഹായിക്കുന്ന. പിന്നെ അപ്പച്ചിക്കൊരു കുടുംബം പോലുമില്ല. അമ്മ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കാതിരുന്നെങ്കിൽ മറ്റാരും നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരില്ലായിരുന്നു. അമ്മ പുറകോട്ട് വലിഞ്ഞപ്പോഴല്ലേ അപ്പച്ചി ബിസിനസ് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. ശരിയാ മോനെ, അമ്മയ്ക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഇല്ലാതെ പോയി. നിന്റെ അച്ഛൻ ബിസിനസ്സും കുടുംബവും തമ്മിൽ കൂട്ടിക്കലർത്താതെ നടത്തിക്കൊണ്ടുപോയ ആളാ. പക്ഷേ ഞാൻ അച്ഛൻ്റെ ബിസിനസ്സിലൊന്നും കാര്യമായിട്ട് ഇടപെട്ടിരുന്നില്ല. അച്ഛന് ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. എല്ലാവരും അച്ഛനോട് ചിരിച്ചുകൊണ്ട് ഇടപെട്ടിരുന്നത്. അദ്ദേഹത്തിന് ആരൊക്കെയാ ശത്രുക്കള്, ആരൊക്കെയാ മിത്രങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. എനിക്ക് അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ ഓരോന്ന് ഓർത്ത് പറഞ്ഞതാ. പിന്നെ അച്ഛനെ പോലെ പുറമേ ചിരിക്കുന്നവരുടെ മുന്നിൽ എന്റെ മോനിങ്ങനെ വെറും പാവമായി പോകരുത്. നീ സൂക്ഷിക്കണം. അമ്മു, എന്നെ കണ്ട് നീ എന്തിനാ അമ്മു എഴുന്നേറ്റത്? അമ്മു താലി പിടിച്ച് കണ്ണി വെക്കുന്ന കണ്ടല്ലോ. എല്ലാ ഭാര്യമാരും ഇങ്ങനെ ചെയ്യോ? എനിക്കറിയില്ല ചേച്ചി, പക്ഷെ അദ്ദേഹന്റെ കഴുത്തി കെട്ടിയ താലി എനിക്ക് അത്രയ്ക്ക് പവിത്രം. ഭർത്താവിനോടുള്ള നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ നിന്നെ അറിയാതെ പോകുന്നല്ലോ. അതാ എനിക്ക് സങ്കടം. ചേച്ചി അങ്ങനെ പറയരുത്. അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം പല സമയത്തും അറിഞ്ഞവളാ ഞാൻ. ശരി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. സഞ്ജു, പറ. എന്താ പരിപാടി? ഞാനേ അമ്മുവിനോട് സംസാരിച്ചോണ്ടിരിക്കുക. അവൾ അടുത്തുണ്ട്, കൊടുക്കട്ടെ? അതിനെന്താ, താൻ കൊടുക്ക്. ദാ എന്റെ കസിനാ, നിന്നോട് സംസാരിക്കണോന്ന്. അയ്യോ വേണ്ട, അവക്ക് പേടിയാ. അമ്മു കിടന്നോ, ഗുഡ് നൈറ്റ്. അവളൊരു പാവോ സഞ്ജു. ചായ. ഇന്നേ
ക്ഷേത്രത്തിലേക്കൊന്ന് പോണം. ഇതും വായിച്ചിരുന്ന സമയം പോവല്ലേ? ആ വസുമതി, എന്താ ഇത് കണ്ടോ? പത്രത്തിൽ സഞ്ജുമോനെ പറ്റി വാർത്ത. സഞ്ജുമോന്റെ വാർത്ത പത്രത്തിലോ? വസുമതി, അവനെ ഒന്ന് വിളിക്കേ. മോനെ സഞ്ജു, ഇങ്ങോട്ടൊന്ന് വന്നേ. ദേ, നീ ഇത് നോക്കി, സഞ്ജുവിനെ കുറിച്ചുള്ള വാർത്ത. നീ ഇതൊന്ന് വായിക്കേ കവിതേ, നീ ഒന്ന് വായിക്കേ. YBI പുരസ്കാരം സഞ്ജയ് പണിക്കർക്ക്. കൺഗ്രാറ്റുലേഷൻ സഞ്ജു, ഇത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാ. കവിതേച്ചി, അതെന്താന്നൂടെ പറ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച യുവ ബിസിനസ്സുകാരന് നൽകുന്ന അവാർഡാ. എന്റെ മോനല്ലാതെ പിന്നെ ആർക്ക് കിട്ടാനാ? മുത്തശ്ശന് ഇതിലും വലിയ സന്തോഷം വേറെ ഇല്ല മോനെ. അവരെന്നെ വിളിച്ചു പറഞ്ഞത് അവാർഡ് ഡിക്ലെയർ ചെയ്തിട്ടാ. ഞാൻ നിരസിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഒരു കാര്യമില്ല മുത്തശ്ശ. ഉണ്ട്. ആ, നീ അത് വാങ്ങണം. ഞങ്ങൾക്കത് കാണാൻ വേണം. പിന്നാലെ പോകാതെ കിട്ടുന്ന അവാർഡ് വളരെ മൂല്യമുള്ളതാ മോനെ. അത് വേണ്ടെന്ന് പറഞ്ഞ നമ്മൾ ചെയ്യുന്ന കർമ്മത്തോടുള്ള നന്ദികേടാ. മോനത് വാങ്ങണം. അച്ഛൻ പറയുന്നതാ ശരി. ആ, അമ്മയും അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, സ്വീകരിക്കാം. നോക്കട്ടെ, നന്നായിട്ടുണ്ട് മോനെ. അമ്മു രാവിലെ കിച്ചണിൽ കയറിയോ? ബാൻഡേജ് ഒക്കെ അടിച്ചിട്ട് മതി കിച്ചണിൽ കയറാൻ. നിക്കേ, അമ്മുവിന്റെ ചായ എങ്ങനെയുണ്ടെന്ന് രുചിച്ചു നോക്കിയിട്ട് പറയാം. കൊള്ളാം, കടുപ്പവും മധുരവും ഒക്കെ ഒത്തു വന്നിട്ടുണ്ട്. അമ്മോന് കൈപ്പുണ്യുണ്ട്. എങ്ങനെയുണ്ട് ചായ? ആ, തരക്കേടില്ല. മൈ ഗോഡ്, താനിതൊന്ന് നോക്കി. 2022 യുവ ബിസിനസ് ബാൻഡ് അവാർഡ് ആർക്കാണെന്ന്. അവൻ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. അമ്മോ, അമ്മോ, സോദിയെന്ന് വിളിക്ക്. നമുക്കിതൊരു അഭിമാന നിമിഷമാണ്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാ സഞ്ജുവിന് ഇതുപോലൊരു അവാർഡ് കിട്ടിയത്. അതെ, അവന്റെ ഭാഗ്യം കൊണ്ടല്ല, അവൻ കെട്ടാൻ പോകുന്ന നമ്മുടെ മോടെ ഭാഗ്യം കൊണ്ടാ. നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലേ? കൊള്ളല്ലേ? ആ, അതെ അതെ. എന്തു അച്ഛാ? ആ മോളെ, ദാ ഇതൊന്ന് നോക്കി. ഇപ്പൊ തന്നെ സഞ്ജുവിനെ വിളിച്ച് കൺഗ്രാറ്റ്സ് പറയണം. അതല്ല വേണ്ടത്, നമ്മൾ നേരിൽ കണ്ട അഭിനന്ദനം അറിയിക്കേണ്ടത്. ആ, അത് ശരിയാ മോളെ. നീ വേഗം ചെന്ന് റെഡിയാകും. അമ്മു ഈ വീട്ടിൽ വന്നതിന്റെ പിറ്റേന്ന് നല്ലൊരു വാർത്ത വന്നില്ലേ? ഞാനിതൊന്ന് അവളെ കാണിക്കട്ടെ. ഇതുപോലൊരു വെള്ള കാറാണല്ലോ അളിയൻ്റെ. ചേട്ടാ, എന്താ വേണ്ടേ? ഒരു സോഡ. യുവ ബിസിനസ്മാൻ അവാർഡ് സഞ്ജയ് പണിക്കർ. അളിയൻ്റെ ഓഫീസിൻ്റെ അഡ്രസ്സും പേപ്പറിലുണ്ട്. ഇനി അളിയനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ചേട്ടാ, എത്രയായി? അവൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ശ്രീകുട്ടി,
എന്തുവാ അമ്മേ? അമ്മോ അമ്മോ. അല്ല അവളെ കൂടി കൊണ്ടുപോകണമെന്നുണ്ടോ? അവള് വന്നാലെന്താ? സഞ്ജുവിന്റെ വീട് അവളും കൂടെ ഒന്ന് കാണട്ടെ. വാ ഇറങ്ങാമു. ഞാൻ വരുന്നില്ല. ചേച്ചി നിങ്ങൾ പോയിട്ട് വാ. തലയിലെ കെട്ടഴിക്കാതെ അവളെങ്ങനെ മോളെ പുറത്തു പോകുന്നത്? അവളെ നിർബന്ധിക്കണ്ട. എന്നാ മറ്റൊരു ദിവസം ഞാൻ അമ്മുനെ തറവാട്ടി കൊണ്ടോ. വാതിലടച്ച് കുറ്റിയിട്ടേക്ക്. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ട. ലാൻഡ് ഫോണിൽ വിളിച്ചാ ഞങ്ങൾ ഉടനെ വരുമെന്ന് പറയണം. പറയാം. വാ ഇറങ്ങാം. എന്നാ പോയിട്ട് വരാമു. ചേച്ചിക്ക് ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. അപ്പൊ ഓക്കെ. എത്രയായി? 50. ഇതാണോ അളിയൻ്റെ ഓഫീസ്? മോളെ ലച്ചു, നീ ഭാഗ്യമുള്ളവളാടി. വെറുതെ അല്ല അളിയൻ ഫോൺ എടുക്കാത്തത്. എപ്പോഴും ബിസിയല്ലേ? എന്താണോ? ഗേറ്റ് തുറക്ക്, എനിക്ക് അകത്തൊന്ന് പോകണം. എന്തിന്? അതെ, ഇതിന്റെ MD എൻ്റെ അളിയനാ. അളിയനെ കാണാനാണ് ഞാൻ വന്നത്. MD നിന്റെ അച്ഛനാവാത്ത ഭാഗ്യം. താനത് പോയേ. ലക്കും ലഗാനും ഇല്ലാതെ ഓരോ വരെ വന്നുള്ളൂ. താനത് പോയേ. എടോ, ഞാൻ സത്യമോ പറഞ്ഞത്. എന്റെ പെങ്ങളെ കെട്ടിയിരിക്കുന്നത് ഇതിന്റെ MD സഞ്ജയ് പണിക്കരാ. തനിക്ക് വിശ്വാസം അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കും. ലച്ചുവിന്റെ ഏട്ടൻ വന്നെന്ന് പറ. അങ്ങ് പെരുവണ്ണാപുരത്തൂന്ന്. വെളിവില്ലാതെ ഇനി നീ ഇവിടെ കിടന്ന് അനാവശ്യം പറഞ്ഞ നിന്റെ മറ്റേ കാലം കൂടെ ഞാൻ തല്ലി പിടിക്കും. ഓടാ. അളിയൻ എപ്പോഴാണെങ്കിലും പുറത്തേക്ക് വരുമല്ലോ, അപ്പ കാണാം. സഞ്ജു ഇവിടെ ഇല്ലെന്നാ തോന്നുന്നേ. ആരെപ്പ ഈ നേരത്ത്?